ഒരോളം സൃഷ്ടിക്കാൻ തന്നെയാണ് ഈ സദാശിവം വന്നിരിക്കുന്നത്. നീ തീർന്നടാ, നീ തീർന്നു. അല്ല, അക്കരെ വണ്ടി വരില്ലല്ലോ. വല്യമ്പരാട്ടി ഇക്കരയ്ക്ക് നടന്നു വരുവോ? മുത്തശ്ശിയെ കുട്ടനെ എടുത്തോണ്ട് വരാ കൊച്ചു മുതലാളി. എങ്കിൽ പോയി എടുത്തോണ്ട് വാടാ, വേഗം ആശുപത്രി കൊണ്ടുപോവാ. നിനക്ക് ആശുപത്രി അറിയോ? വണ്ടിയിലോട്ട് കയറ. എന്ത് തങ്കപ്പെട്ട മനുഷ്യനാടാ ഇവനെ പറ്റി നീ തോന്നിയ ദിവസം പറഞ്ഞത്. നന്ദിനിക്കുട്ടി, 1 മിനിറ്റ്. എന്നെ ഒത്തിരി നാണം കെടുത്തിട്ടുള്ളവളാണെങ്കിലും നന്ദിനിക്കുട്ടി ഒരു സഹായം ആവശ്യപ്പെട്ടപ്പോ ഞാനത് ചെയ്തു. ഒരു പാല വിട്ട അങ്ങോട്ടും ഇങ്ങോട്ടും വേണം. തിരിച്ചെനിക്ക് വേണ്ടതും നന്ദിനിക്കുട്ടി തരണം. ലാഭമില്ലാത്ത ഒരു ബിസിനസ്സും ശേഖരൻ ചെയ്യാറില്ല. കണ്ടോ ഒരു കാട്ടുപോത്ത്. രജിസ്റ്റർ ചെയ്തിട്ടില്ലെങ്കിലും വിജയുടെ അച്ഛൻ എഴുതിയ വിൽപത്രം എന്റെ കയ്യിലെടുത്തോളം കാലം നിങ്ങൾ എന്തിനാ പേടിക്കണേ? ഈ കേസിൽ നിങ്ങൾ വിജയിക്കും. സ്വത്തുവകകൾ നിങ്ങൾക്ക് തന്നെ കിട്ടുകയും ചെയ്യും. തടസ്സങ്ങളെല്ലാം ഞാൻ മാറ്റിത്തരാം. A few hours later. കൃഷ്ണദാസന്റെ മകനാണ് വിജയകൃഷ്ണൻ എന്ന് തെളിയിക്കാൻ എന്തെങ്കിലും രേഖകൾ നിങ്ങളുടെ കയ്യിലുണ്ടോ? അദ്ദേഹം സ്വന്തം കൈപ്പടയിൽ എഴുതി ഒപ്പിട്ട വിൽപത്രത്തിൽ എല്ലാം വിശദമായി പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് ആ വിൽപത്രം എവിടെ? സാറല്ലേ ആ വിൽപത്രം തയ്യാറാക്കിയത്? എല്ലാം സാറിന് അറിയാലോ. ഗുഡ് ആൻസർ. കുറ്റം ഡിഫൻസ് ലോയർ. കൂട്ടിക്കൊടുക്കാം, കുതികാലി വെട്ടാം, എന്തും. ഈ സൂര്യന് ചുവട്ടില് എന്ത് നെറുകേടിനുമാവും ബലരാമൻ. റസിയ മോളെയും ഉമ്മയെയും ഞാൻ ഷാർജയിലേക്ക് കൂട്ടിക്കൊണ്ടു പോകാൻ പോവാ. അതിന് അനുവാദം ചോദിക്കാനാണ് ഞാനിപ്പോ വന്നത്. കൊണ്ടുവയ്ക്കോളൂ. ഇവൻ പറയുന്നത് വിശ്വസിക്കരുത്. ഇവൻ ഭക്ഷണം കഴിക്കാനും കള്ളം പറയാനും മാത്രമാണ് വാ തുറക്കുന്നത്. എനിക്കിനി പരോളിലിറങ്ങാനോ പുറം ലോകം കാണാനോ ഒക്കുമെന്ന് തോന്നുന്നില്ല. എല്ലാത്തിനും ഇനി നീ ഉണ്ടാവണം. ഉണ്ടാവുക. ഇനി എല്ലാറ്റിനും ഞാനുണ്ടാവും. സമ്മതിച്ചിരിക്കുന്നു. താൻ എന്നെക്കാൾ മിടുക്കൻ. രവീന്ദ്രൻ, നമ്മുടെ ചീഫ് അക്കൗണ്ടന്റ് ആയിരുന്ന ഗാവൻ ജോസഫ് ഒരു ക്രിമിനൽ ആയിരുന്നു സർ. അവൻ ഈ കമ്പനിയുടെ പാർട്ട്ണർ ആണെന്നും കാണിച്ച് വ്യാജരേഖയുണ്ടാക്കി ഒരു വൻ തുക ഇവിടുത്തെ സിറ്റി ബാങ്കിൽ നിന്നും വെട്ടിച്ചെടുത്ത് രാജ്യം വിട്ടു. ഇത് ചതിയാണ്. ഞാൻ ചതിക്ക് പേര് കേട്ട വക്കീലാണ്. സോറി മിസ്റ്റർ മേനോൻ, യു ആർ അണ്ടർ അറസ്റ്റ്. നിനക്ക് സംതൃപ്തിയായിട്ടാ ചതിയോ? ഹലോ രവി സാബ്, ഗാവൻ ജോസഫ് മലേഷ്യ സെ. ഹലോ ഗാവൻ ജി, എല്ലാം സക്സസ്. ഒരുമിച്ച് കൂടെ കൂട്ടിയിട്ട് പുറയുന്ന കുത്താനല്ല നീ പഠിച്ചേ. ഇത് പുത്തെഴുത്തുകാരൻ എനിക്ക് തന്ന സ്ത്രീധനം 10 ലക്ഷം രൂപ. നീ ഇത് അവിടെ തന്നെ തിരിച്ചേൽപ്പിക്കണം. എനിക്ക് വേണ്ടി ഒരുപാട് ബുദ്ധിമുട്ടിയല്ലടാ, മറക്കില്ല ഒരിക്കൽ. എന്ത് നല്ല മനുഷ്യനല്ലേ. എനിക്ക് വളരണം, അതിനെനിക്ക് ഈ കാശ് വേണം. ഈ കാശ് അവൻ തന്നേൽപ്പിച്ചതിന് തെളിവായി നീ ഇനി ഉണ്ടാവാൻ പാടില്ല. യുദ്ധത്തിന്റെ നീതിശാസ്ത്രത്തിൽ ചതിയൊന്നൊന്നില്ല മിസ്റ്റർ ശിവൻ, തന്ത്രങ്ങളേ ഉള്ളൂ. അവന് വേണ്ടി നിനക്കൊക്കെ ചാവാന യോഗം. ജോർജ് കുട്ടി, എന്താ ഇത്? ഒന്നും പറയാൻ സമയമല്ല. പോലീസ് എന്താ എന്റെ തീരുമാനം? ഈ ഇപ്പൊ ഞമ്മന്റെ ഓടണം അതോ ഇവിടെ നിൽക്കണം? സ്വയരക്ഷയ്ക്ക് വേണ്ടിയല്ലേ നമുക്കിത് പോലീസിനോട് പറയാം. പോലീസിനെ നീ പറഞ്ഞ് മനസ്സിലാക്കും. ഞാൻ വക്കീലുമായിട്ട് വരാം. ജോർജ് കുട്ടി, നീ എന്തിനാടാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? ഒരു സുഖം, ഒരു നമുക്ക് ആരെയും കളിപ്പിക്കാൻ വേണ്ടില്ല. എന്തോ ഒരു ഇവിടുന്ന് കരിച്ചിങ്ങനെ. ഇനി ഞാൻ ഇവിടെ നിന്ന് ഡയലോഗ് പറഞ്ഞ കരഞ്ഞു പോകും. ഉസ്മാനെ രക്ഷപ്പെട്ടോ.